ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി നികുതി 50% നിന്ന് 18% കുറയ്ക്കാൻ ഡൊണാൾഡ് ട്രംപും നരേന്ദ്രമോദിയും തീരുമാനിച്ചു. പകരം റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ അവസാനിപ്പിക്കുകയും യുഎസ്, വെനസ്വേല എന്നിവിടങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങാൻ സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ ഇന്ന് വാഷിംഗ്ടണിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ലഹരിമരുന്ന് വിരുദ്ധ പോരാട്ടവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും ചർച്ചയാകും. ഏകദേശം 2 വർഷത്തിന് ശേഷം ഗാസയ്ക്കും ഈജിപ്തിനും ഇടയിലുള്ള റഫ അതിർത്തി ഭാഗികമായി തുറന്നു. അമേരിക്കയുടെ ഇടപെടലിനെ തുടർന്നുണ്ടായ ഉടമ്പടി പ്രകാരമാണിത്. ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഈ വെള്ളിയാഴ്ച ഇസ്താംബൂളിൽ പുനരാരംഭിക്കും. കരാർ നടന്നില്ലെങ്കിൽ ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ റഷ്യ വീണ്ടും ആക്രമണം ശക്തമാക്കി. ഡ്രോണുകൾക്കായി റഷ്യ സ്റ്റാർലിങ്ക് ഉപയോഗിക്കുന്നത് ഇലോൺ മസ്ക് നിയന്ത്രിച്ചതിനെ യുക്രൈൻ സ്വാഗതം ചെയ്യുന്നു. ബലൂച്ച് വിമതർ പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏകദേശം 200 പേർ കൊല്ലപ്പെട്ടു. ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ബിൽ ക്ലിന്റണും ഹിലരി ക്ലിന്റണും മൊഴി നൽകാൻ സമ്മതിച്ചു. നോർവേ കിരീടാവകാശിയുടെ മകൻ മാരിയസ് ബോർഗ് ഹോയ്ബി ബലാത്സംഗ കേസിൽ ഇന്ന് വിചാരണ നേരിടും. 2026 ഗ്രാമി അവാർഡ് ചടങ്ങിൽ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെടുത്തി തമാശ പറഞ്ഞതിന് ഹാസ്യ നടൻ ട്രെവർ നോവയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ട്രംപ് ഭീഷണിപ്പെടുത്തി. ഒപ്പുവെച്ച ഇന്ത്യ-അമേരിക്ക വ്യാപാര കരാറിനെക്കുറിച്ച് പൂർണ്ണമായ സുതാര്യതയും വിശദമായ ചർച്ചയും വേണമെന്ന് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ എംപിമാർ ആവശ്യപ്പെട്ടു. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ യുഎസ് ഇറക്കുമതി ടാരിഫ് 50% നിന്ന് 18% കുറയ്ക്കുന്ന കരാർ അന്തിമമാക്കി. ഇതിനു പകരമായി റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്തുമെന്നും പകരം അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണ, പ്രതിരോധ ഉപകരണങ്ങൾ, വിമാനങ്ങൾ എന്നിവ വാങ്ങുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ വാർത്തയെ തുടർന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ കുതിപ്പുണ്ടായി. സെൻസെക്സ് 3600 പോയിന്റിലധികം ഉയർന്നു. രൂപയുടെ മൂല്യം ഡോളറിനെതിരെ 90.40 ആയി മെച്ചപ്പെട്ടു. ഈ ചരിത്രപ്രധാനമായ കരാറിന്റെ പേരിൽ എൻഡിഎ പാർലമെന്ററി പാർട്ടി പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചപ്പോൾ കോൺഗ്രസ് ഇതിനെ ഒരു കീഴടങ്ങൽ എന്ന് വിമർശിക്കുകയും ഇന്ത്യൻ കർഷകർക്ക് മേൽ ഈ കരാറുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് പൂർണ്ണമായ സുതാര്യത ആവശ്യപ്പെടുകയും ചെയ്തു. മുൻ കരസേനാ മേധാവി ജനറൽ എം നരവാനെ എഴുതിയ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന പുസ്തകം ഇതുവരെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിട്ടില്ല. ഇതിന്റെ ഉള്ളടക്കം പരിശോധിക്കാൻ പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുകയാണ്. 2020 ലഡാക്കിലെ ഗാൽവൻ താഴ്വരയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുണ്ടായ സംഘർഷത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് തർക്കത്തിന് കാരണം. 2020 ഇന്ത്യ-ചൈന അതിർത്തി തർക്കത്തെക്കുറിച്ച് ദി കാരവൻ മാഗസിനിൽ വന്ന പുസ്തക ഭാഗങ്ങൾ രാഹുൽ ഗാന്ധി ഉദ്ധരിക്കാൻ ശ്രമിച്ചു. ചൈനീസ് കടന്നുകയറ്റത്തെക്കുറിച്ച് സർക്കാർ പറയുന്ന കാര്യങ്ങളല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് രാഹുൽ ഗാന്ധി വാദിച്ചു. കൈലാഷ് റേഞ്ചിൽ ചൈനീസ് ടാങ്കുകൾ ഇന്ത്യൻ സ്ഥാനങ്ങൾക്ക് ഏതാനും 100 മീറ്റർ മാത്രം അകലെയായിരുന്നു എന്ന ഭാഗം അദ്ദേഹം എടുത്തു പറഞ്ഞു. ഗൽവാൻ സംഘർഷ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും സൈന്യത്തെ കൈവിട്ടു എന്ന് ഈ പുസ്തകം തെളിയിക്കുന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. പ്രധാനമന്ത്രി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞുമാറി എന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു പുസ്തകത്തിലെ വരികൾ ഉദ്ധരിക്കുന്നത് സർക്കാർ എന്തിനാണ് ഭയപ്പെടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു. അതിർത്തിയിലെ യാഥാർത്ഥ്യം ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാനാണ് സർക്കാർ പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണം തടയുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. തന്റെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്ത ബിജെപി എംപി തേജസ്വി സൂര്യയ്ക്ക് മറുപടിയായാണ് താൻ ഈ വിഷയം ഉന്നയിച്ചതെന്നും ആരാണ് യഥാർത്ഥ ദേശസ്നേഹിയെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. പ്രസിദ്ധീകരിക്കാത്തതും സഭാ രേഖകളിൽ ഇല്ലാത്തതുമായ പുസ്തകം ഉദ്ധരിക്കുന്നത് ചട്ടവിരുദ്ധമാണെന്ന് സ്പീക്കർ ഓം ബിർള വ്യക്തമാക്കി. ഔദ്യോഗികമായി പുറത്തിറങ്ങാത്ത ഒരു പുസ്തകത്തിലെ കാര്യങ്ങൾ എങ്ങനെ സഭയിൽ ഉദ്ധരിക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചോദ്യം ചെയ്തു. അതിർത്തിയിലെ യഥാർത്ഥ സാഹചര്യം സർക്കാർ മറച്ചുവെക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പ്രസിദ്ധീകരിക്കാത്ത ഒരു പുസ്തകത്തിലെ കാര്യങ്ങൾ സഭയിൽ ഉദ്ധരിക്കാൻ പാടില്ലെന്ന് ഭരണപക്ഷം വാദിച്ചു. ഇത് ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ബിജെപി എംപിമാർ ബഹളം വെച്ചതിനെ തുടർന്നാണ് ലോക്സഭാ നടപടികൾ തടസ്സപ്പെട്ടത്. സഭ സമ്മേളിച്ച വെറും 8 മിനിറ്റിനുള്ളിൽ തന്നെ ആദ്യ തവണ നിർത്തിവെച്ചു. പ്രധാനമന്ത്രിക്കെതിരെയുള്ള മുദ്രാവാക്യം വിളികളെ തുടർന്ന് ഉച്ചയ്ക്ക് 12 മണി വരെയാണ് സഭ പിരിഞ്ഞത്. 12 മണിക്ക് വീണ്ടും ചേർന്ന സഭ പ്രതിഷേധം ശമിക്കാത്തതിനെ തുടർന്ന് 13 മിനിറ്റിനുള്ളിൽ വീണ്ടും പിരിഞ്ഞു. ഉച്ചയ്ക്ക് 2 മണി വരെയാണ് സഭ നിലവിൽ നിർത്തിവെച്ചിരിക്കുന്നത്.
വാട്സപ്പിന്റെ പുതിയ പോളിസിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യതാ അവകാശത്തിൽ കളിക്കാൻ അനുവദിക്കില്ലെന്ന് മെറ്റയ്ക്ക് സുപ്രീം കോടതി കടുത്ത മുന്നറിയിപ്പ് നൽകി. ലണ്ടൻ ബംഗളൂരു വിമാനത്തിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ചിന് തകരാർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തങ്ങളുടെ ബോയിംഗ് 787 ഡ്രീം ലൈനറുകളിൽ എയർ ഇന്ത്യ പരിശോധന ആരംഭിച്ചു. വരാനിരിക്കുന്ന സെൻസസ് പൂർണ്ണമായും ഡിജിറ്റൽ ആയിരിക്കുമെന്നും ഏപ്രിൽ മുതൽ ഇതിനായുള്ള ഉദ്യോഗസ്ഥരുടെ പരിശീലനം ആരംഭിക്കുമെന്നും സർക്കാർ അറിയിച്ചു. വാരണാസിയിലെ മണികർണിക ഘട്ടിന് സമീപം നടക്കുന്ന വികസന പ്രവർത്തനങ്ങളും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമാജ്വാദി പാർട്ടി അംഗങ്ങൾ ലോക്സഭയിൽ വലിയ പ്രതിഷേധം ഉയർത്തി. വികസനത്തിന്റെ പേരിൽ ജനങ്ങളുടെ വികാരങ്ങളെയും പാരമ്പര്യത്തെയും സർക്കാർ അവഗണിക്കുകയാണെന്ന് അവർ ആരോപിച്ചു. മണികർണിക ഘട്ടിലെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി അഹല്യാഭായ് ഹോൾക്കർ നിർമ്മിച്ചതടക്കമുള്ള പുരാതന നിർമ്മിതികൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഇത് വാരണാസിയുടെ ചരിത്രപരമായ പൈതൃകത്തെ നശിപ്പിക്കുമെന്നാണ് ഇവർ വാദിക്കുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കായി പലരുടെയും വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഏറ്റെടുക്കുന്നതിനെതിരെ പ്രദേശവാസികൾക്കിടെ അമർഷമുണ്ട്. പുനരധിവാസത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലെന്നാണ് പ്രധാന പരാതി.